പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും സങ്കടം നിറഞ്ഞ മണിക്കൂറുകളിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെയും കടന്നു പോകുന്നത്. ഇന്ന് രാവിലെ വന്ന ഒരു വിയോഗ വാർത്ത, ആ വിയോഗം നമ്മളെയൊക്കെയും അത്രമേൽ സങ്കടത്തിലാക്കുന്നതാണ്, അത്രമേൽ നമ്മുടെ മനസ്സിന് കനം നൽകുന്നതാണ്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരം നടൻ ശ്രീനിവാസന്റെ വിയോഗ വാർത്ത. മലയാളിയുടെ ചിന്തകളെ ചിരിപ്പിച്ചുകൊണ്ട്, ജ്വലിപ്പിച്ചുകൊണ്ട് ശ്രീനിവാസൻ ഒടുവിൽ നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ രാവിലെ 8:30 അദ്ദേഹത്തിന്റെ അന്ത്യം. വീട്ടിലും എറണാകുളം ടൗൺ ഹാളിലും നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ്. വിശദമായൊരു റിപ്പോർട്ട് കാണാം ഇന്ന് നടന്ന സംഭവങ്ങളുടെ. നിനച്ചിരിക്കാത്ത നേരത്തെത്തുന്ന ശ്രീനിവാസൻ ഹാസ്യങ്ങളെപ്പോലെയായിരുന്നു മരണവാർത്തയും. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്ന ശ്രീനിവാസൻ പതിയെ സജീവമാകുന്നതിനിടെയാണ് വിയോഗം. തൃപ്പൂണിത്തറ ഉദയം പേരൂരിലെ വീട്ടിലായിരുന്ന ശ്രീനിവാസനെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 69-ാം വയസ്സിൽ പറയാനേറെ കഥകൾ ബാക്കിവെച്ച് ശ്രീനിവാസൻ ഓർമ്മയായി. എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, പി രാജീവ് എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ശ്രീനിയെ അവസാനമായി കാണാൻ മമ്മൂട്ടിയും മോഹൻലാലുമെത്തി. അഭിനയ ജീവിതത്തിൽ സുപ്രധാന നിമിഷങ്ങളിൽ ഒപ്പം നിന്ന പ്രിയപ്പെട്ടവന് സമീപം ഒന്നിച്ചഭിനയിച്ച മുഹൂർത്തങ്ങളുടെ പൊള്ളുന്ന ഓർമ്മകളുമായി ഇരുവരും. വിജയനൊപ്പം പങ്കിട്ട സ്വപ്നങ്ങളുടെ ഓർമ്മകളിൽ ദാസന്റെ കണ്ണുകൾ നിറഞ്ഞു. ആരും കാണാതെ കണ്ണു തുടച്ചു മോഹൻലാൽ. ദിലീപ് ഉൾപ്പെടെ സിനിമയിലെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ശ്രീനിയെ അവസാന നോക്ക് കാണാനെത്തി. തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെ 9 മണിയോടെയാണ് വിയോഗ വാർത്ത പുറത്തുവന്നത്. വിയോഗ വാർത്തയറിഞ്ഞ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഈറനണിഞ്ഞ കണ്ണുകളും ദുഃഖം തളം കെട്ടിയ ഹൃദയവുമായി ആശുപത്രിയിലെത്തിയിരുന്നു. സങ്കടം സഹിക്കാനാകാതെ പലരും തേങ്ങി. ജീവിതത്തിലെ എല്ലാ കലഹങ്ങളിലും ഒപ്പം നിന്ന വിമല ജീവനറ്റ ശരീരത്തിന് സമീപം കണ്ണീരിലാണ്ടു. അമ്മയുടെ കൈപിടിച്ച് വിനീത് ശ്രീനിവാസൻ നിഴലായി ഒപ്പം. ഷൂട്ടിംഗ് തിരക്കിലായിരുന്ന ധ്യാൻ ശ്രീനിവാസൻ വീട്ടിലേക്കാണ് എത്തിയത്. വിമലയ്ക്ക് സമീപമിരുന്ന ധ്യാന്റെ ഹൃദയത്തിൽ ഓർമ്മകളുടെ കടലിരമ്പം. നിയന്ത്രിക്കാനാകാതെ അമ്മയുടെ തോളിൽ ചാരിയ ധ്യാന്റെ കണ്ണുകൾ കലങ്ങി. സഹിക്കാനാകാത്ത സങ്കടവും പേറിയാണ് മമ്മൂട്ടി ശ്രീനിവാസന്റെ വീട്ടിലെത്തിയത്. ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ശ്രീനിക്കരികിൽ കുടുംബത്തോട് ചേർന്ന് നിന്ന മമ്മൂട്ടി വേദന കടിച്ചമർത്തി നിശബ്ദനായി മടങ്ങി. നാളെ വൈകിട്ട് വീട്ടുവളപ്പിലാണ് ഔദ്യോഗിക ബഹുമതിയോടെയുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കുക. മരണത്തിന്റെ തണുപ്പുള്ള ഈ രാത്രിയിൽ കണ്ടനാട്ടെ വീടുറങ്ങാതിരിക്കും. തന്റെ തൂലികയിൽ പിറന്ന കഥാപാത്രങ്ങളിലൂടെ ഇനിയുള്ള കാലം ശ്രീനിവാസനും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.